40കൾക്ക് ശേഷവും റോണോയെ നിങ്ങൾക്കിങ്ങനെ മൈതാനത്ത് കാണാനാകുന്നുണ്ടെങ്കിൽ റോബർട്ടോ മാർട്ടിനസിന് അയാളെ കൊണ്ട് ചെയ്തു തീർക്കാൻ ചിലതിവിടെ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കണം. ബോക്സിൽ അയാൾ അന്നും ഇന്നും അപകടകാരിയാണ്. ലമിൻ യമാലാണ് അവസാനമായി അതറിഞ്ഞത്, അതും ഒരു കലാശപ്പോരിൽ. 1000 ഗോളുകളാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതിനുശേഷമോ? റോണോയുടെ മറുപടി ചിലപ്പോൾ അതപ്പോൾ പറയാമെന്നായിരിക്കും. നിശ്ചയദാർഢ്യം കൊണ്ട് ലോകം കീഴടക്കാൻ തീരുമാനിച്ച മനുഷ്യരെ പ്രായം ഓർമ്മിപ്പിക്കാൻ നിൽക്കരുത്. ഇനി നിങ്ങൾ ഓർമ്മിപ്പിച്ചാലും അവർ അതിന് ചെവിതരില്ല തന്നെ. 2004 ലിസ്ബൺ നഗരമെന്ന് ജനനിബിഡമാണ്. എസ്റ്റാഡിയോ ഡാലോസിൽ യൂറോ കപ്പ് ഫൈനൽ അരങ്ങേറുന്നു. 60,000-ലധികം മനുഷ്യർ അന്ന് ആ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൈകളിൽ പോർച്ചുഗീസ് ദേശീയ പതാക പാറിക്കളിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട അവരുടെ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണോ? അല്ല, ആ കാത്തിരിപ്പ് ഇനിയും നീളും. കലാശപ്പോരിന് ശേഷം മൈതാനത്തിരുന്ന് പൊട്ടിക്കരയുന്ന റോണോക്കരികിലേക്ക് ലൂയിസ് ഫിഗോ നടന്നെത്തി. പിന്നെ അവനെ ആലിംഗനം ചെയ്തു. റോണോയുടെ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ആ ചിത്രങ്ങൾ 2004 യൂറോയുടെ ഓർമ്മ ചിത്രങ്ങളാണ്. 12 വർഷങ്ങൾക്കിപ്പുറം 2016 സ്റ്റേഡ് ഫ്രാൻസിൽ വെച്ച് അയാൾ ഒരിക്കൽ കൂടി കരഞ്ഞു.